മൈ മൈം എന്ന് പറഞ്ഞിട്ടൊരു വൺ മാൻ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എങ്ങനെയായിരുന്നു? പറഞ്ഞ മാതിരി ആക്ടിങ്ങിന്റെ വേറൊരു ഭാഗമാണ് മൈം എന്ന് പറയുന്നത്. മൈം എന്ന് പറയുന്നത് അതെ, സാധനങ്ങളില്ലാതെ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ഓൺലി മ്യൂസിക് വെച്ചിട്ടാണ് അത് ചെയ്തത്. അതൊരു 1.5 മണിക്കൂർ നേരത്തേക്ക് നീണ്ടു നിൽക്കുന്ന അതൊരു കാസറ്റ് പറഞ്ഞ മാതിരി കാസറ്റിൽ ഒരു മ്യൂസിക്കിൻ്റെ അകത്ത് ഞാനൊരു സംഭവം കണ്ടെത്തും, എന്തെങ്കിലും ചെറിയ സംഭവം. പിന്നെ അത് മ്യൂസിക്കിൽ ഇതിനകത്ത് ഇട്ടുന്നു. അത് മ്യൂസിക് തുടങ്ങിക്കഴിഞ്ഞാൽ അഭിനയം തുടങ്ങുന്നു, ആക്ടിങ് തുടങ്ങുന്നു. ആ മ്യൂസിക് അവസാനിക്കുന്നതോട് കൂടിയിട്ട് ഇത് തീരും. അങ്ങനെയാണ് അതിൻ്റെ രീതി. ചെറിയൊരു സപ്പോർട്ട് പറയുകയാണെങ്കിൽ ഒരു പിന്നെ ഒരു വളരെ ഒരു അധികാരം കാണിക്കുന്ന ഒരാൾ തൊപ്പിയും മറ്റേ മിലിറ്ററി തൊപ്പിയും മറ്റേ തൊപ്പിയും ഇതൊക്കെ വെച്ചിട്ട് കോമൺ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അധികാരം തോക്കും ഇതൊക്കെ പിടിച്ച് നിൽക്കുന്ന ആൾക്ക് പെട്ടെന്നൊരു തേനീച്ച അയാൾ ചുറ്റും നടക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിക്കുന്നു. അതിന് അക്രയം വേണ്ടി പോയി തേനീച്ച അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ട് കയറുന്നു. പിന്നെ തേനീച്ചതിനുള്ളിൽ കൂടെ അവിടെ കളിച്ച് ഇവിടെ കളിച്ച് അങ്ങനെ കളിച്ചപ്പോൾ അയാൾക്ക് ഇറിറ്റേഷൻ തേനീച്ചയുടെ പുറത്തേക്ക് പിടിക്കുന്നു. അതൊക്കെ ഈ മ്യൂസിക്കിന് കണക്കായിട്ട് ഇങ്ങനെ വരും, ഓരോ മൂവ്മെൻറ്റും. ഇപ്പം ഇങ്ങോട്ട് പോകും, അങ്ങനെ ഉണ്ടാകുന്ന വയലിൻ പീസിന് കണക്കായിട്ട് നമ്മുടെ ബോഡി ഇതിങ്ങനെ അങ്ങനെ അവസാനം ആ ഈച്ച പുറത്തേക്ക് പോകുന്നപ്പോൾ ഇയാൾക്ക് സഹിക്കാൻ പറ്റാതിരിക്കുമ്പോൾ അവിടെ ഒരു ഈച്ചേനെ കൂട്ടുണ്ടാവും. അതിനെ കൊണ്ട് തോക്കൊണ്ട് അടിക്കുന്നതോട് കൂടിയിട്ട് ഈച്ചേൻ്റെ കൂട്ടം നന്നായിട്ട് ഇങ്ങനെ ഇളകി ഇയാളുടെ അടുത്തേക്ക് വരുന്നുവെന്ന് മ്യൂസിക്കിലൂടെ കാണിക്കുന്നത്. വന്ന് ഇവിടെ വന്നങ്ങാണ്ട് കംപ്ലീറ്റ് ഇയാൾ അപ്പോൾ ഇയാൾ ഉപയോഗിച്ചിരുന്ന മേക്കപ്പ് മുഴുവനും അത് വികൃതമായി മാറും. ഇതിങ്ങനെ കടിച്ച് മീശ വരച്ചത് അത് പുതിയ മീശയൊക്കെ ഫുള്ള് വന്ന പാറ്റേൺ ആയിരിക്കില്ല ഇയാൾ പോകുന്നുണ്ട്. അങ്ങനെ അയാൾ ഡൗണായി വീഴുന്ന സാധനം. അങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങളൊക്കെ വെറുതെ പരീക്ഷണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. അതിനുള്ള സന്ദർഭം കാര്യങ്ങൾ ഈ പറഞ്ഞ മാതിരി മെയിൻ ഫെയിം പ്രേമനും ഇവരൊക്കെ ഒരുക്കി തരും. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നതാണ്. അത് ജയപ്രകാശ് കുളു എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ പിന്നെ ഒരു നാടകക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഇത്തരം കുറേ സാധനങ്ങളുടെ വലിയൊരു പ്രാന്താണ്. ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഇത്തരം രീതിയിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് ചെയ്യാവുന്ന മ്യൂസിക്കിൽ ചെയ്യാവുന്ന ഒരുപാട് സാധനങ്ങൾ. അങ്ങനെ ഉടലെടുത്ത കുറേ സാധനങ്ങളാണ് ഇതൊക്കെ മൈ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ. ഇത് പെർഫോം ചെയ്തത് ലോക നാടക ദിനത്തില് ആയിരുന്നു മൈ മൈം എന്നുള്ള ഒരു ഷോ. അന്നാണത് കോഴിക്കോട് ടൗൺ ഹാളിൽ കളിച്ചത്. അതൊന്നായിട്ട് അതുവരെ കളിച്ചിരുന്ന എല്ലാ സാധനവും കൂടി കളക്ട് ചെയ്തിട്ട് ലോക നാടക ദിനത്തിൻ്റെ അന്ന് അതെല്ലാം കൂടി വെച്ചിട്ട് അതെ നമ്മളെ അണിയറയുടെ ഞാൻ പറഞ്ഞല്ലോ ഈ അണിയറ എന്ന് പറയുന്ന ഒരു ബാനറിൽ ചെയ്തതാണ്. അത് കളിച്ച് അവിടെ നിർത്തിയ മൈദിയാണ്. പിന്നെ ഡ്രംസ് പ്ലേ ചെയ്തത് പറയുന്നത് ആ ഒരു ഏത് സമയത്തായിരിക്കും അതൊക്കെ? അത് അന്ന് കോഴിക്കോട് എനിക്ക് തോന്നുന്നു ഒരു 80ൻ്റെ അവസാന കാലഘട്ടങ്ങളിലായിരിക്കും. കോഴിക്കോട് ക്യാബറ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, ക്യാബറ ഡാൻസ്. അത് പിന്നെ കോഴിക്കോട് ഇതെല്ലാം ആദ്യം ഒരു വലിയ ഹോട്ടലിൽ മാത്രമായിരുന്നു. അന്ന് മദ്രാസ് 5 സ്റ്റാർ ഹോട്ടലിൽ വളരെ കുറവുണ്ട്, 1 ഹോട്ടലിൽ. അത് പിന്നെ 2 സ്റ്റാർ ഹോട്ടലിലേക്ക് വന്ന്, അത് പിന്നെ 1 സ്റ്റാർ ഹോട്ടലിലേക്ക് വന്ന്, പിന്നെ എല്ലാ ചായപ്പീടിയും സാധാരണ രീതിയായി കഴിഞ്ഞു. അവിടെയൊക്കെ ആ കാലഘട്ടങ്ങളിൽ അന്ന് മദ്രാസ് ബോയ്സ് ആയിരുന്നു ഇതൊക്കെ വായിച്ചിരുന്നത്. അപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ കൂടി ഡ്രംസ് അത് ഞാൻ ഓർക്കസ്ട്രയ്ക്ക് പ്ലേ ചെയ്യാറുണ്ട്. അപ്പം പോകാറുണ്ട്. നമുക്ക് സീറ്റോൺ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മ്യൂസിക്കിൻ്റെ.